ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 37. വിശുദ്ധൗ തേ ശുദ്ധസ്ഫടികവിശദം വ്യോമജനകം ശിവം സേവേ ദേവീം അപി ശിവസമാനവ്യവസിതാം യയോഃ കാന്ത്യായാന്ത്യാഃ ശശികിരണസാരൂപ്യസരണേഃ വിധൂതാന്തർദ്വാന്താ വിലസതി ചകോരീവ ജഗതി. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ ശുദ്ധസ്ഫടികം പോലെ നിർമ്മലനായും ആകാശതത്വത്തെ ജനിപ്പിക്കുന്നവനായും ഇരിക്കുന്ന പരമശിവനെയും ശിവനോട് സമാനമായ പ്രയത്നത്തോടു കൂടിയ ദേവിയെയും ഞാൻ ഭജിക്കുന്നു. അവർ ഇരുവരിൽ നിന്നും ഉണ്ടാകുന്ന ചന്ദ്രികാസദൃശങ്ങളായ അത്യുജ്വല മനോഹര കാന്തികളാൽ ചന്ദ്രികാപാദത്തിൽ, അതായത് പൂർണ്ണനിലാവിൽ ചകോരപക്ഷി എങ്ങനെ സന്തുഷ്ടയായി ഉല്ലാസവതിയായി ഭവിക്കുന്നുവോ അതുപോലെ ഈ ത്രിലോകത്തിലുള്ള സാധകന്മാരും നിത്യാനന്ദരസത്തിൽ മുഴുകി രസിക്കുന്നു. വിശുദ്ധി ചക്രത്തിൽ കുണ്ടലിനി ആരോഹണം ചെയ്താൽ പലവിധ താപങ്ങളാൽ ഉള്ളിൽ നിറഞ്ഞ അന്ധകാരം പൂർണ്ണമായും മാറി അവിടെ മഹാജ്ഞാനത്തിൻ്റെ നിർമ്മലമായ പ്രകാശവും പരിപൂർണ ആനന്ദവും ഉണ്ടാകുന്നതാണെന്ന് പറയുന്നു. വിശുദ്ധൗ തേ ശുദ്ധസ്ഫടികവിശദം വ്യോമജനകം ശിവം സേവേ ദേവീം അപി ശിവസമാനവ്യവസിതാം യയോഃ കാന്ത്യായാന്ത്യാഃ ശശികിരണസാരൂപ്യസരണേഃ വിധൂതാന്തർദ്വാന്താ വിലസതി ചകോരീവ ജഗതി. ശ്ലോകം 38. സമുന്മീലത്സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാദഷ്ടാദശഗുണിതവിദ്യാപരിണതിഃ യദാ ദത്തേ ദോഷാദ് ഗുണമഖിലമദ്ഭ്യഃ പയൈവ. അല്ലയോ മഹാദേവി, വികസിച്ചിരിക്കുന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലുള്ള പൂന്തേനിലെ മുഖ്യരസമായതും മഹാന്മാരുടെ മനസ്സാകുന്ന മാനസസരസിൽ സഞ്ചരിക്കുന്നതും വാക്കുകൾ കൊണ്ട് പറയുവാൻ സാധിക്കാത്തതുമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഏതൊരു ഹംസമിഥുനത്തിൻ്റെ ആലാപം 18 വിധ വിദ്യാരൂപമായി പരിണമിച്ചിരിക്കുന്നുവോ ആ മിഥുനം ജലത്തിൽ നിന്നും ക്ഷീരത്തെ എന്ന പോലെ ദോഷത്തിൽ നിന്നും സർവഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നു. ശിവശക്ത്യൈക്യരൂപമായ 26ാമത് തത്വത്തെയാണ് ഇവിടെ ഹംസമിഥുനമായി വർണ്ണിച്ചിരിക്കുന്നത്. അനാഹത ചക്രത്തിൽ ജ്ഞാനമാകുന്ന വിരിഞ്ഞ താമരപ്പൂവിൻ്റെ മധുവിനെ ആസ്വദിക്കുന്നതിൽ അതിനിപുണമായ ഹംസമിഥുനത്തെ ഞാൻ ഭജിക്കുന്നു. ഹംസമിഥുനം വിരിഞ്ഞ താമരയിൽ നിന്നും മധു നുകരുവാൻ എത്ര പരമരസികന്മാരാണോ അതുപോലെ ഈ ഹംസമിഥുനവും സംവിത്താകുന്ന താമരപ്പൂവിൻ്റെ മധു ആസ്വാദനത്തിൽ അതിരസികമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹംസമിഥുനത്തിൻ്റെ ആലാപനം ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, അർത്ഥശാസ്ത്രം തുടങ്ങിയ
18 വിധ വിദ്യകളുടെ പരിണാമമായി തീർന്നിരിക്കുന്നത്. പാലും ജലവും ചേർത്ത് ഒരുമിച്ച് നൽകിയാൽ എങ്ങനെയാണോ ഹംസം ജലത്തിൽ നിന്നും പാൽ വേർതിരിച്ചെടുക്കുന്നത്, അതേപോലെ ഈ മിഥുനങ്ങളും ദോഷത്തിൽ നിന്നും അഖില ഗുണത്തെയും എടുക്കുകയും യോഗികളുടെ മനസ്സിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അനാഹത ചക്രത്തിൽ കുണ്ഡലിനി ആരോഹണം ചെയ്യുമ്പോൾ സകലകലാവല്ലഭത്വവും സകല ഗുണങ്ങളും സിദ്ധിക്കുമെന്നും ഇതിനാൽ വെളിപ്പെടുന്നു. സമുന്മീലത് സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാദഷ്ടാദശഗുണിതവിദ്യാപരിണതിഃ യദാ ദത്തേ ദോഷാദ് ഗുണമഖിലമദ്ഭ്യഃ പയ ഇവ. ശ്ലോകം 39. തവ സ്വാധിഷ്ഠാനേ ഉദവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി. സംഹാരരുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ഡത്തിൻ്റെ പുനരുൽപ്പത്തിക്ക് മഹാദേവി നിമിത്തമാകുന്നുവെന്ന് പറയുന്നു. അല്ലയോ ലോകജനനീ, നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെയും ആ അഗ്നിയുടെ ജ്വാലാശക്തിരൂപിണിയായിരിക്കുന്ന മഹതിയുമായ സമയയെയും ഞാൻ സ്തുതിക്കുന്നു. ഈ രുദ്രശക്തികളുടെ കോപം ഈ ലോകത്തെയെല്ലാം ദഹിപ്പിക്കുമ്പോൾ ആ ചൂടിൽ നിന്നും ലോകത്തെ കുളിർപ്പിക്കുന്നത് നിന്തിരുവടിയുടെ കരുണയോടുകൂടിയ ദൃഷ്ടിയാകുന്നു. അതായത് കാലാഗ്നിരുദ്രനും ശക്തിയും കൂടി ലോകങ്ങളെ ഭസ്മീകരിച്ചു തുടങ്ങുമ്പോൾ മണിപൂരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദയാർദ്രയായ ദേവീ ദൃഷ്ടിയാണ് ഈ ലോകങ്ങൾക്ക് തൻ്റെ കുളിർന്ന ദൃഷ്ടിയാൽ ഉപചാരം ചെയ്യുന്നത്. അതാണ് ആദ്യം പറഞ്ഞ രുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ഈ ബ്രഹ്മാണ്ഡങ്ങളെല്ലാം തന്നെ പുനരുൽപ്പത്തിക്ക് കാരണമാകുന്നത് ശ്രീ മഹാദേവിയാണെന്ന് പറയുന്നത്. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.